എളുപ്പത്തിൽ നമ്മുടെ ദുബൈയിൽ ജോലി കിട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം ഈ ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ജോലി കിട്ടും. ഇവിടെയുള്ള ഫ്രഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ വന്ന് ജോലി നോക്കുന്ന ഫ്രഷേഴ്സിനൊക്കെ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 100% വർത്ത് ആയിരിക്കും നിങ്ങൾക്കും. എന്താണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് യുവർ CV അപ്ഡേറ്റഡ്. അതായത് നിങ്ങളുടെ CV എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. നാട്ടിൽ നിന്ന് തന്നെ എല്ലാ ജോബ് ആപ്ലിക്കേഷൻസിലും നമ്മൾ എന്താക്കുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് ഫുൾ കംപ്ലീറ്റ് ആക്കി തന്നെ വെക്കുക. ഇവിടെ വന്നതിന് ശേഷം ഇതെല്ലാം ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ടൈം നന്നായിട്ട് പോകും. സോ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചെയ്തിട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് CVs ആണ് വേണ്ടത്. ഒന്ന് നിങ്ങളുടെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെന്നുണ്ടെങ്കിൽ പെൻഡ്രൈവിലോ ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മെയിലിലാണെന്നുണ്ടെങ്കിലും സെൻഡ് ചെയ്തിടാം. പിന്നെ വേണ്ടത് ഹാർഡ് കോപ്പീസ്. ഹാർഡ് കോപ്പീസ് എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നാട്ടിലെ നമ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അത് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് കോപ്പീസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ ഉള്ളൂ നമുക്ക് UAE നമ്പർ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കരുതുക. എപ്പോഴാവശ്യം വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സോഫ്റ്റ് കോപ്പി തന്നെ മതിയാകും. പക്ഷെ ചില ഇന്റർവ്യൂസിനും കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും നമുക്കൊരു ഇന്റർവ്യൂ വരിക. അപ്പൊ നമ്മൾ ആ സമയത്ത് എന്താക്കുക, ഈ ഒരു CV പ്രിന്റ് ഔട്ട് എടുക്കാനൊക്കെ ഓടേണ്ടി വരും. അപ്പൊ എന്താണ്, നമ്മൾ ഒരു 5 കോപ്പി എപ്പോഴും കയ്യിൽ മിനിമം വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ CVയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ വെക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഇൻ കേസ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൊബൈൽ നമ്പറൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഓൾവേസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു നമ്പർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ചുകൂടെ ചാൻസ് കൂടുതലായിരിക്കും നമ്മളുടെ CV മുന്നിലേക്ക് കയറാനായി. ഓൾവേസ് നമ്മളുടെ CV വളരെ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ വെക്കുക, അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ വെക്കുക. സെക്കൻഡ് പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ATS. നമ്മളുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ATS സിസ്റ്റത്തിനെ കുറിച്ച്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ജോബിനും അതിൻ്റെതായ കീവേഡ്സ് ഉണ്ടാകും. പണ്ട് നമ്മൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് മാർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മളുടെ ആ ഒരു ടീച്ചറിന്റെ കയ്യിലുള്ള ആ ഒരു ബുക്കിനകത്ത്, ഒരു ഗൈഡ് ബുക്കിനകത്ത് അതിന്റെ കറക്റ്റ് കീവേഡ്സ് ഉണ്ട്. അപ്പൊ ആ കറക്റ്റ് കീവേഡ്സ് നമ്മളുടെ പേപ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും അല്ലേ. അപ്പൊ സെയിം തിയറി തന്നെയാണ് ഈ ATS സിസ്റ്റത്തിനകത്തും ഉള്ളത്. അപ്പൊ അവര് കൊടുത്തിട്ടുള്ള ജോബിൽ ഉള്ള കീവേഡ്സും കാര്യങ്ങളും നമ്മളുടെ CVയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, മാച്ച് ആകത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കമ്പനീസും ATS യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഭൂരിഭാഗം പേരും സാധാരണ രീതിയിലുള്ള, അതായത് മാനുവലി ആണ് സെലക്ട് ചെയ്യുക. പിന്നെ ഒരുപാട് എംപ്ലോയീസ് ഉള്ള ഒരു 10,000-2000 എംപ്ലോയീസ് ഒക്കെ ഉള്ള കമ്പനീസിൽ എന്താണെന്നുണ്ടെങ്കിലും മാനുവലി കുത്തിയിരുന്ന് ഈ CVs എല്ലാം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ATS യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോലി അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ATS തന്നെയായിരിക്കും. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കുത്തിയിരുന്ന് ഇപ്പം തപ്പി നോക്കാനായിട്ടുള്ള ടൈമൊന്നും കിട്ടില്ല. പിന്നെ ബാക്കിയുള്ള സാധാരണ ജോലികളും കാര്യങ്ങളും ഒക്കെ കൂടുതലും രണ്ടും മിക്സപ്പ് തന്നെയാണ്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന ഏതാ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഓൾവേസ് നമ്മൾ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും ഇരിക്കാനും ശ്രമിക്കുക. ATS ടൈപ്പ് CVs ഒക്കെ ചെയ്യുന്ന ഒരുപാട് കൺസൾട്ടൻസീസ് ഒക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇവിടെ ദുബൈയിൽ ഒക്കെയാണ്, UAEയിലൊക്കെയാണ് ജോലി നോക്കുന്നതെങ്കിൽ ഓൾവേസ് ഇവിടെ ഉള്ളവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ നാട്ടിൽ ഉള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് അത്ര ഒരു ഐഡിയ ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, എവിടെയാണോ ജോലി നോക്കുന്നത്, അവിടെ ഉള്ളവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു, എങ്കിൽ പോലും അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇൻ കേസ് നിങ്ങൾക്ക് CV ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ള ഒരു ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്ത് പൈസ വെറുതെ കളയണ്ട. എൻ്റെ CVയും എൻ്റെ ഹസ്ബൻഡിന്റെ CVയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. വെറുതെ പുറത്ത് കൊടുത്ത് നമ്മൾ പൈസ കളയണ്ടല്ലോ. തേർഡ് പോയിന്റ് വരുന്നത് LinkedIn ആണ്.
അപ്പൊ നമ്മളുടെ ഫേസ്ബുക്ക് ഒക്കെ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ചിലവർക്ക് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം എന്താണെന്നേ അറിയാത്ത ആൾക്കാർ വരെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ലിങ്ക്ഡിൻ കണക്ഷൻസ് വേണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുത്തിയിരുന്ന് ഓരോരുത്തർക്ക് ജോലിയുണ്ടോ എന്ന് ചോദിക്കലല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഫഷണൽസിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് HRs ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കമ്പനി ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ അതിലുണ്ടാവും. അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് വരുമ്പോഴത്തേക്കും ആദ്യമേ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിങ്ക്ഡിനിലായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ബാക്കിയുള്ള ജോബ് പ്ലാറ്റ്ഫോംസിലൊക്കെ ചിലപ്പം ഇങ്ങനത്തെ കുറെ അപ്കമിങ് ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് നമുക്ക് എന്താക്കും ആദ്യം തന്നെ കിട്ടും. ലിങ്ക്ഡിൻ കണക്ഷൻ വെച്ച് നമുക്ക് ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ എന്താ നമുക്ക് ജോലി കിട്ടാനായിട്ടുള്ള ചാൻസുകൾ ഒരുപാടാവും. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ലിങ്ക്ഡിൻ ത്രൂ ജോലി കിട്ടിയത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യുക. ലിങ്ക്ഡിൻ കണക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അറിയാതെ പോകുന്ന, അതായത് ജോബ് പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് വേക്കൻസീസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ചിലപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ വഴി കിട്ടിയേക്കാം. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും അത് മിസ്സാക്കരുതല്ലോ. അപ്പം ഓൾവേസ് ലിങ്ക്ഡിൻ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ പക്ക ആക്കി വെക്കുക. അപ്പം നമ്മൾ ചുമ്മാ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ ഇൻഡീഡ് ആപ്ലിക്കേഷൻസ്, ഗൾഫ് ടാലന്റ്, നൗക്കരി ഗൾഫ്, ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്താക്കണം, ലിങ്ക്ഡിൻ പ്രൊഫൈലും സെറ്റ് ആക്കണം. അപ്പം കുറച്ച് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണുമ്പോഴത്തേക്കും ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം, ഒരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം ആദ്യം ഇപ്പൊ നമ്മൾ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമ്മുടെ പ്രൊഫൈൽ ആയിരിക്കും കയറി നോക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലും ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ സെറ്റ് ചെയ്യണം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ, ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. 4th പോയിന്റ്, നമ്മളുടെ ടാർഗറ്റ് ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഫോർ എക്സാമ്പിൾ HR പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും HR പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിനാൻസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കറക്റ്റ് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾവേസ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, അല്ലെങ്കിൽ കമ്പനീസ്, അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാനും ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണ്. അപ്പം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഗൂഗിളിൽ നിന്ന്. ഈ ഹോസ്പിറ്റൽസ് ഇൻ ദുബായ്, അല്ലെങ്കിൽ 100 ടോപ്പ് ഹോസ്പിറ്റൽസ് ഇൻ ദുബായ്, അല്ലെന്നുണ്ടെങ്കിൽ ഏത് എമിറേറ്റ് ആണോ അത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് കിട്ടും. അപ്പൊ ആ ലിസ്റ്റിനകത്ത് നമുക്ക് ഓരോ കമ്പനീസും എടുത്ത് അവരുടെ കരിയർ, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് കാണത്തില്ല എങ്കിൽ പോലും അവർക്ക് കരിയർ പേജിൽ നമുക്ക് CV ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് ചിലപ്പോൾ ഒരു 5% ഒക്കെ ഉള്ളൂ അതിൽ നിന്ന് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഏതാ നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഓൾവേസ് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യുക, ബാക്കി നമ്മളുടെ ലക്ക് പോലെ ഇരിക്കും. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ടൈം കൺസ്യൂം ആണെന്നുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണിത്. എമിറേറ്റ്സിലൊക്കെ ആപ്ലിക്കേഷൻ ചെയ്തവർക്കറിയാം, അത് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് അവരെ എന്താക്കും, നമ്മളെ അപ്പം തന്നെ സെലക്ട് ആക്കിയില്ലെന്നുണ്ടെങ്കിലും അത് ഓൾറെഡി അവരുടെ സിസ്റ്റത്തിൽ സേവ്ഡ് ആയിരിക്കും. അപ്പൊ റിക്വയർമെന്റ് വരുന്നതനുസരിച്ച് ചിലപ്പോൾ നമ്മളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. പക്ഷെ നല്ലൊരു പാക്കേജും നല്ലൊരു പൊസിഷനും കിട്ടാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. അപ്പം ചില കമ്പനീസ് എന്താക്കും, നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് മന്തിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കരിയർ ത്രൂ. പക്ഷെ ആ CV അവിടെ തന്നെ കിടക്കും. ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു റിക്വയർമെന്റ് വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കോള് തരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പക്ഷെ എല്ലാം എനിക്ക് ജോലി ആയതിനു ശേഷമാണ്. ജോലി ആയതിനു ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളായിരുന്നു, ജോയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ജോലി നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും പിന്നീട് റിക്വയർമെന്റ് വരുമ്പോൾ നമുക്ക് കോള് വരാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. പിന്നെ 5th പോയിന്റ് വരുന്നത് നമ്മുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് എൻഹാൻസ്മെന്റ് ആണ്. നമ്മൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ UAE വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 2-3 ഇന്റർവ്യൂസ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും, അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നോ എന്നൊരു തോന്നൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.
കാരണം വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് ഇന്റർവ്യൂ വന്ന സമയത്ത് എനിക്ക് HR ലോസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് അറിയണം എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്തുകൊണ്ടോ അത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഞാനൊരു 2-3 ഇന്റർവ്യൂസ് കഴിഞ്ഞപ്പോഴത്തേക്ക് HR റിലേറ്റഡ് ലോസ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ബേസിക് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജോലി നോക്കുന്ന സമയം കൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ സമയം അല്ലറ ചില്ലറയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുമല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു ടൈം നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ നോട്ട്സും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്ത് പിന്നെ ഞാൻ ഒരു 4th അല്ലെങ്കിൽ 5th ഇന്റർവ്യൂവിനൊക്കെ പോയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റി. എനിക്കറിയില്ല എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്കിൽ സെറ്റ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസും കാര്യങ്ങളും ഒക്കെ എൻഹാൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കോഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷോർട്ട് ടേം കോഴ്സ് ലിങ്ക്ഡിനിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യുകയും നമ്മുടെ സ്കിൽസ് എൻഹാൻസ്മെന്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് കയറുമ്പോഴത്തേക്കും ആ ജോലിയെക്കുറിച്ചും അല്ലെന്നുണ്ടെങ്കിൽ ആ ജോലി സംബന്ധമായ ടേംസിനെ കുറിച്ചും അല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എല്ലാം ഇപ്പം യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും അടിച്ചു കൊടുത്ത് നമുക്ക് കിട്ടും അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ നമ്മുടെ സ്കിൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുക. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് 5 ടിപ്സ് നമ്മൾക്ക് ജോലി പെട്ടെന്ന് ഇവിടെ UAE കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഞാൻ എൻ്റെ ഇമെയിൽ ID പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. ബൈ ഇമെയിൽ ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ കമൻറ്റ് ആണെന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.